ദിക്ർ ഫലിച്ചാൽ 5 നേട്ടം. 1 അള്ളാഹുവിൻ്റെ റിള പൊരുത്തം. 2 നിർമ്മലമായ മനസ്സ്. 3 വസിയാദത്തും ഫിൽ ഖൈരി, ഖൈറിൽ വർധനവുണ്ടാവും. കൂടുതൽ ഖൈർ ചെയ്യാനുള്ള അവസരത്തെ അള്ളാഹു തആല തുറന്നു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഹിർസ് മിന ശൈത്വാൻ, പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ദിക്ർ ഫലിച്ചാൽ, ദിക്ർ ചെല്ലിയാലല്ല, ദിക്ർ ഫലിച്ചാൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഗീബത്ത് പറയില്ല. പിശാചിലും സംരക്ഷണമുള്ളവൻ എന്ത് പറയില്ല? ഗീബത്ത് പറയില്ല. എന്നോടൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞിട്ട് വയസ്സായ മനുഷ്യന്മാർ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എണീറ്റ് പോയി പള്ളിൻ്റെ പുറത്തുള്ള കൊലായ്മയിൽ ഇരുന്ന് ഗീബത്ത് തുടങ്ങും. എന്നാൽ പുരയിൽ പോയിട്ടാണെങ്കിൽ പെണ്ണുങ്ങളെ കുട്ടികളെ കാണാനല്ല, ആ പള്ളിനെ ആവുന്ന എണീറ്റാൽ പുറത്ത് ആ തിണ്ടുമ്പോൾ ഇരുന്നാൽ പിന്നെ ഗീബത്ത് തുടങ്ങും. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി, ഏത് ചീത്തയെയും തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിന് കഴിയും. ഇവിടെ തടഞ്ഞില്ല. എന്താ കാരണം? നിസ്കാരം ഉയർത്തപ്പെട്ടിട്ടില്ല, നിസ്കാരമായിട്ടില്ല. ഒരു സാധനം കച്ചവടം ചെയ്തു, ലാഭം കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്തു, കസ്റ്റമർ വരുന്നില്ല എങ്കിൽ അത് പൂട്ടിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് തുടങ്ങും. നമ്മുടെ ലാഭവും നഷ്ടവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരം, ഈ നിസ്കാരം കൊണ്ട് നമുക്കൊരു ഫലം ഉണ്ടാവുന്നില്ല എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. നിസ്കാരം നമ്മൾ നിർബന്ധമായ കാര്യമാണ്. ഇത് പണ്ട് പലരും വിജയിച്ചതുമാണ്, നമ്മളായിട്ടാണ് തോൽക്കുന്നത്. നമ്മൾ വല്യാപ്പ തുടങ്ങിയ കച്ചവടമാണ്. വല്യാപ്പ അതിൽ മക്കളെ കെട്ടിച്ചതും കുടുംബം പോറ്റതും വല്യാപ്പയും വല്യമ്മയും ഹജ്ജിന് പോയതും ഒക്കെ അങ്ങനെയാണ്. അത് പിന്നെ ബാപ്പാക്ക് കിട്ടി. ബാപ്പ എമ്പാട് സ്വത്ത് സമ്പാദിച്ചതും 5-8 മക്കളെ പെൺകുട്ടികളെ കെട്ടിച്ചതും മക്കൾ പെണ്ണ് കെട്ടിയതും മക്കൾക്ക് വീടുണ്ടാക്കിയതും ഒക്കെ ബാപ്പ ആ കച്ചവടമല്ല. കച്ചവടം സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. സ്ഥലം മാറിയിട്ടില്ല, സ്ഥലത്ത് പുതിയ കച്ചവടവും വന്നിട്ടില്ല. പക്ഷെ നമുക്കെന്താണാവോ ഇതുമൊന്നും ലാഭം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയോ നമുക്ക് സംതിങ് റോങ്, എന്തോ സംഭവിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പുതിയ ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറാവും. അതേ സമയത്ത് നമ്മൾ നിസ്കാരം, നമ്മൾ ദിക്ർ, ഈ ദിക്ർ കൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകണം. അപ്പോൾ ദിക്റിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ അള്ളാഹ് എന്നൊരു കിതാബുണ്ട്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി, ഇതാണ് ഇബ്നു അതാഇല്ലാഹിയുടെ അള്ളാഹ് എന്ന ഗ്രന്ഥം. ഒരു വളരെ ചെറിയൊരു റിസാലയാണ്. ബഹുമാനപ്പെട്ട ഹിക്കം എഴുതിയ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ അള്ളാഹ് എന്ന കിതാബാണ്. നിങ്ങൾക്കറിയാലോ, ഇബ്നു അതാഇല്ലാഹിനെ അറിയാത്ത ഒരു സുന്നി ഉണ്ടാവുമില്ല. ഇൽമിനെക്കുറിച്ച് ഒരു ചെറിയ ഇൽമിനെക്കുറിച്ചും തസൗഫിനെ കുറിച്ചൊക്കെ ചെറിയ ഒരു വിജ്ഞാനമുള്ള ഒരാൾക്ക് ഇബ്നു അതാഇല്ലാഹിനെ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. കൈറോവിലാണ് അവരുടെ ഖബറുള്ളത്. ഖദീം ഓൾഡ് കൈറോയിലാണ് അവരുടെ ഖബറുള്ളത്. ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഗൗരവമായി ചിന്തിക്കാം. അവരുടെ അള്ളാഹ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്ക്. വഫീ ദിക്രില്ലാഹി തആല 5 ഖിസാൽ. ഒരാൾ ദാക്കിറാണെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം. ദിക്റിലെ ഏറ്റവും വലിയ ദിക്റാണല്ലോ എന്ത്? ഖുർആൻ, എന്ത്? നിസ്കാരം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ഖുതുബ ഒരു ദിക്റാണ്, ജുമുഅ ഒരു ദിക്റാണ്. ഇതൊക്കെ നമ്മൾ ഒരു ആഴ്ച മുടങ്ങാതെ ചെയ്യുന്നതുമാണ്. ദിക്ർ ഒരാൾ കൃത്യം, പിന്നെ ഒരു ദിക്ർ ചെല്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവും. ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്തവർ എൻ്റെ ക്ലാസ്സിന് വരുന്നവരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 10 ഫാത്തിഹയെങ്കിലും മുസ്തഫ നബിക്ക് ഓടാത്തവരും ഉണ്ടാവില്ല. 100 ഫാത്തിഹ ഓതുന്നവരും 300 ഫാത്തിഹ ഓതുന്നവരും 313 ഫാത്തിഹ ഓതുന്നവരും 1000 ഫാത്തിഹ ഓതുന്നവരും വരെ ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ നമുക്ക് തിരക്കേ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ
പരിശോധിക്കണം, ചേഞ്ച് ചെയ്യണം, മാറ്റേണ്ടത് മാറ്റണം. വെള്ളമൊക്കെ കെട്ടി നിന്നു, പാടത്ത് വെള്ളമൊക്കെ കെട്ടി, അറ്റങ്ങളായി അതൊക്കെ കെട്ടി, പിറ്റേന്ന് നേരപ്പെടുത്താൻ വെള്ളം കാണൂല. അപ്പം നമ്മൾ ഒരു കുഴപ്പമില്ല. പക്ഷേ എവിടെയോ വെള്ളം താഴെ പോയിട്ടുണ്ട്, ഒന്നും കാണാനുമില്ല. ഞണ്ടിൻ്റെ മട ഉണ്ടോ അതും ഇല്ല. പിന്നെന്തേ അങ്ങനെ വന്നു? ഇപ്പോൾ കാരണം ഉണ്ടാവും. ചിലപ്പോൾ പാടത്തെ കണ്ടത്തിൻ്റെ അടിഭാഗത്തു നിന്ന് ചെറിയ ഒരു ദ്വാരം ഉണ്ടാവും, നേരത്തായ കണ്ടത്തേക്ക്. അങ്ങനെയൊക്കെ നമ്മൾ കർഷകർ കണ്ടുപിടിക്കും. ഒരു നിർവാഹമല്ല. ചിലപ്പോൾ അന്ന് വൈകുന്നേരം വരെ തപ്പിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആപ്പാനോട് പറയും, എൻ്റെ ഈ കല്ലും കണ്ടോ? ഇല്ല. പരമ്പ് മുഴുവൻ ഞാൻ നടന്നു നോക്കി, ഒന്നും കാണാൻ, പക്ഷെ വെള്ളം നിൽക്കുന്നില്ല. എന്താ കാരണം? അപ്പോൾ നമ്മൾ കാരണം കണ്ടുപിടിക്കും. ആ കാരണം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ. കാരണം ഓരോ നെല്ലിൻ്റെയും ആ മുരട് നോക്കിയിട്ട് നോക്കണം. കാരണം നെല്ല് വളർന്നു നിൽക്കുന്ന ഒരു കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ദ്വാരത്തെ കണ്ടെത്താൻ കഴിയില്ല, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തും. എന്തുകൊണ്ട്? ഈ നെല്ലിനൊരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ വെള്ളം അതിൽ കെട്ടി നിൽക്കണം, വളരണം. അപ്പം നമ്മളത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. നമ്മളിത് കണ്ടുപിടിക്കണില്ല. എന്തുകൊണ്ട്? ഈ നെല്ല് വളരണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. ഇതൊരു കടമയാണ്. അപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ കൂലിപ്പണിക്കാരൻ വളർത്തിട്ട് പോരും. ഓനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടി, വെള്ളം കിട്ടിയോ വെള്ളം കിട്ടിയോ മുതലാളി, വളട്ട് മുതലാളി. ഈ മുതലാളി എന്ന് പറയല്ലേ ഓൻ്റെ ആവശ്യമാണ്. ഓന് നെല്ല് വളരണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ കണ്ടമാകെ നടന്നിട്ട് എവിടെയാണോ ഫാൾട്ട് അത് കണ്ടുപിടിക്കാൻ അവന് ഉദ്ദേശമില്ല. അത് പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. ഒരു പക്ഷേ അന്ന് വൈകുന്നേരവും 2-ാം ദിവസം വൈകുന്നേരവും വരെ പണിയെടുത്താലും കിട്ടാത്ത സ്ഥലത്തായിരിക്കും ഈ ദ്വാരം കണ്ടുപിടിക്കണത്. ഇതിൻ്റെ പേരിൽ മുതലാളി അവനെ ചീത്ത പറയും. എന്ത് പണിയപ്പോൾ ഇന്നലെ പുറത്തു പോയിട്ട് അനക്ക് വൈകുന്നേരമായ 800 രൂപ എണ്ണി തരണല്ലോ, എന്തിപ്പോൾ പണിയെടുത്ത്? ഞാനാ നെല്ലിൻ്റെ അടിയിലുള്ള ദ്വാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ദിവസം ചിലവാക്കിയെന്ന മുതലാളി അംഗീകരിക്കില്ല, ചീത്ത പറയും. അതുകൊണ്ട് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പണിയെടുക്കാൻ പറഞ്ഞാൽ നഷ്ടമാണ്. മുതലാളിക്ക് അങ്ങനെയല്ല. തൊഴിലാളിക്ക് 800 രൂപയ്ക്ക് വഴി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ആ കണ്ണ് തിരിഞ്ഞു നോക്കൂല, അതിൽ വെള്ളം നോക്കൂല. മുതലാളിക്ക് അങ്ങനെയല്ല. മുതലാളിക്ക് ഇത് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടോ കണ്ടുപിടിച്ച മതിയോ. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറയുന്നറിയോ? നമ്മൾ നമ്മുടെ ന്യൂനത കണ്ടുപിടിക്കണം. ആ ന്യൂനത കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം ചെയ്തേ മതിയാവും. ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ, നിസ്കാരം ഉണ്ടെങ്കിൽ, ജുമാ ഉണ്ടെങ്കിൽ, അയാൾക്ക് ദിക്റുണ്ടെങ്കിൽ, അള്ളാഹ് എന്ന വിചാരം ഉണ്ടെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ തൻ്റെ അള്ളാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ 107-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി വെച്ചാൽ കുട്ടികളെ ഏതൊക്കെയാണ് 5 നേട്ടങ്ങൾ? ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ, നിസ്കാരം ഉണ്ടെങ്കിൽ, സ്വലാത്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1000 സ്വലാത്തിൽ നിന്ന് ഒരു കൂട്ടത്തിലുണ്ട്. ഇവിടെ എനിക്കറിയാം 1000 സ്വലാത്തും ചെല്ലുണ്ട്. അങ്ങനത്തെ ആളുകൾ ഈ ഇരിക്കുന്ന വൃത്തത്തിലുണ്ട്. എനിക്കറിയാം, കൊല്ലങ്ങളായി അറിയാം. എൻ്റെ വിദ്യാർത്ഥിയാണ്, എന്നോട് പറഞ്ഞതാണ്, സമ്മതം വാങ്ങി 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ പലരും ഉണ്ട്, എനിക്കറിയാം. അപ്പം ഇവിടെ ഒന്നും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തിരക്ക് ഉണ്ടാവണില്ല, അങ്ങോട്ട് പൊങ്ങണില്ല. പക്ഷെ പൊങ്ങണ്ടേ? എന്താണ് പൊങ്ങൽ എന്നറിയും? 1, ഒരാൾക്ക് ദിക്റുണ്ടെങ്കിൽ അയാൾക്ക് 5 നേട്ടങ്ങൾ ഉണ്ടാവും. 1, അള്ളാഹുവിൻ്റെ പൊരുത്തം ആ വ്യക്തിക്കുണ്ടാവും. അള്ളാഹുവിൻ്റെ പൊരുത്തം ആ വ്യക്തിക്കുണ്ടായിരിക്കും. അതവൻ അനുഭവിക്കും. അള്ളാഹിൻ്റെ പൊരുത്തമുള്ള വ്യക്തി അനുഭവിക്കും. അതാ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണം. എനിക്ക് റബ്ബിൻ്റെ പൊരുത്തമുണ്ട് എന്ന് അവൻ അനുഭവിക്കും. നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. 4 നേട്ടങ്ങളുണ്ടാവും അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടായാൽ. എന്താ 4 നേട്ടങ്ങൾ? നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്ത് ഒരു വല്ലാത്ത ഒരു ശോഭയുണ്ടാവും, ഒരു രത്നശോഭ ഉണ്ടാവും, ഒരു വജ്രശോഭ ഉണ്ടാവും, മുഖത്തുണ്ടാവും. മർത്തൊന്നും പറയാൻ കഴിയില്ല ഒരാൾക്ക് അള്ളാഹിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 നേട്ടങ്ങളുണ്ടാവും. നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി. എഴുതിയേക്ക്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 നേട്ടമുണ്ടാവും. 1, നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തൊരു വല്ലാത്ത വെളിച്ചമുണ്ടാവും.
കറുക്കുക വെളുക്കാന്നൊന്നും അതിനില്ല. കറുപ്പായ ആളാണെങ്കിലും വെളിച്ചം, മറ്റേ വെളുപ്പാണെങ്കിലും ഇരുട്ടായിരിക്കും. റിസ്ഖിൽ ഒരു സാത്തുണ്ട്, കുടുങ്ങൂല. വീട്ടിൽ ഒരു മണി അരിയില്ല, വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പറയേണ്ടി വരില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറയേണ്ടി വരില്ല. വല്ലത്തിനും പത്തായത്തിനും ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരാളോട് ഞാൻ വെച്ചിട്ടില്ല, എൻ്റെ പൊരയിൽ തിന്നിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. 4 വിശ്വാസികളുടെ ഹൃദയത്തിൽ അവനെപ്പറ്റി സ്നേഹമുണ്ടാവും. 4 നേട്ടങ്ങൾ. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടെങ്കിൽ 4 നേട്ടങ്ങളുണ്ടാവും. 1 നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. 4 നേട്ടങ്ങൾ. 1 പറഞ്ഞേക്ക്. 1 ഹൃദയത്തിൽ പ്രകാശമുണ്ട്. 2 മുഖത്തൊരു വല്ലാത്ത ശോഭ ഉണ്ടാവും. ഇപ്പൊ കണ്ണിയത്ത് കറുത്ത മനുഷ്യനാണ്, പക്ഷെ മുഖത്തൊരു മുഖകാന്തിയ, നമുക്ക് മറുത്തൊരു വാക്കുറാൻ കഴിയില്ല. വസഅതൻ ഫിൽ റിസ്ഖി, ഞാനെൻ്റെ വീട്ടിൽ ഇന്നൊന്നും വെച്ചിട്ടില്ല എന്നൊരാൾക്ക് പറയേണ്ടി വരില്ല. ചിലപ്പോൾ വെക്കൂല, പക്ഷെ ആ കുടുംബം സന്തോഷത്തിലായിരിക്കും. അവർക്ക് ആവശ്യമുള്ളൊരു സഅത്ത് അല്ലാഹു കൊടുക്കും. ഒരു അന്യനോട് പോയിട്ട് ഇല്ലായ്മയും വല്ലായ്മയും പറയേണ്ടി വരില്ല. ആരോ പൂള വാങ്ങിപ്പോയപ്പോൾ പൂള പറിച്ചു പോയപ്പോൾ ഒരു പൂള കഷ്ണം കൊടുത്തു കുട്ടിക്ക്. ചിലപ്പോൾ ആ പൂള അത്ര പോന്നൊരു ഉടമക്കാരൻ പൊരുത്തപ്പെട്ട് തന്ന ഒരു പൂളക്കെങ്ങ് ആ കുട്ടിക്ക് സന്തോഷമായിട്ട് ചുട്ടുന്നോ എന്നുള്ള കൊടുത്ത പൂളക്കെങ്ങ് മതിയാവും ആ കുടുംബത്തിന് ഒരു ദിവസത്തെ. പക്ഷെ സന്തോഷം അതിമ കുറച്ച് വെള്ളം കുടിച്ചാൽ അവർക്ക് മതിയോ? ആരും അവരെ പട്ടിണി അറിയില്ല. ആരാണിത് കൊടുത്തത്? 4ാമത്തെ നേട്ടം വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്, മുഅ്മിനീങ്ങൾക്ക് അവരെ പറ്റി സ്നേഹം ഉണ്ടാവും. മുഅ്മിനല്ലാത്തവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ നന്നായ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. അവസാനത്തെ ദിവസം ഹജ്ജിന് പോകുന്ന ദിവസം കടം വീട്ടാൻ വേണ്ടി ഹോൾസെയിൽ അരി കച്ചവടക്കാരനാണ് ബാഫക്ക് തങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുന്ന ഒരു ഹിന്ദുവായ കച്ചവടക്കാരനുണ്ട്. അപ്പോൾ അയാളോട് കടം വീട്ടാൻ വേണ്ടിയിട്ട് ബാഫക്ക് തങ്ങൾ ഹജ്ജിന് പോകുന്ന അതിൻ്റെ തലേന്ന് കടം വീട്ടാൻ വേണ്ടി ചെന്ന സമയത്ത് അയാൾ കരഞ്ഞൊരു സംഭവമുണ്ട്. അതായത്, നിങ്ങളെന്തിനാ നാളെ ഹജ്ജിന് പോകുന്ന തിരക്കല്ലേ, നിങ്ങളെന്തിനാ അങ്ങോട്ട് വന്നത്? നിങ്ങൾ കുറച്ച് പൈസ ബാക്കിയുണ്ടെങ്കിൽ തന്നെ അതൊരു കടമായിട്ട് ഞാൻ കൂട്ടും. അയാൾ കരഞ്ഞുപോയി. അതായത് ബാഫക്ക് തങ്ങൾ കടം വീട്ടാൻ വരിക, അയാൾ കരഞ്ഞുപോയി. ആ ഹൃദയത്തിൽ സ്നേഹം. ആർക്കും സ്നേഹം, എല്ലാവർക്കും സ്നേഹം. അത്തരം മനുഷ്യന്മാരോട് എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവില്ല എന്നല്ല, ശത്രുവിനും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. മഹബ്ബത്തും ഫി ഖുലൂബിൻ നാസ്. അപ്പൊ അള്ളാഹുവിൻ്റെ ആ പൊരുത്തം നമ്മൾക്ക് കാണില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 2 റിഖത്തുൽ ഖൽബി, ഹൃദയത്തിൻ്റെ നൈർമല്യത ഉണ്ടാവും. നിർമ്മലമായ ഹൃദയമായിരിക്കും ആർക്ക് ദിക്ർ ചെല്ലുന്നവന്. ഞാൻ റിളമലാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. 5 നേട്ടങ്ങൾ റിളയുടെ ഫലങ്ങളാണ് നേരത്തെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് 5 നേട്ടങ്ങളിൽ 1 റിള, അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. 2 ഹൃദയം നിർമ്മലായിരിക്കും. ഹൃദയം നിർമ്മലമാവും. വിട്ടുവീഴ്ച നിർമ്മലമായ മനസ്സ്. അവനെ പെടുത്തണം, അവനെ ശരിയാക്കണം, അവനെ വിടരുത്, അങ്ങനെ ഉണ്ടാവില്ല. സാരല്ല എന്ന് തോന്നുള്ളൂ. ക്രൂരത അങ്ങോട്ട് ചെയ്താലും ക്രൂരത തിരിച്ചു ചെയ്യൂല. അയാളുടെ നിർമ്മലമായൊരു മനസ്സാണ്. അതും നമ്മളിൽ കാണില്ല. അപ്പൊ ദിക്ർ ഫലിച്ചാൽ 5 നേട്ടം. 1 അള്ളാഹുവിൻ്റെ റിള, പൊരുത്തം. 2 നിർമ്മലമായ മനസ്സ്. 3 വസിയാദത്തും ഫിൽ ഖൈരി, ഖൈറിൽ വർധനവുണ്ടാവും. കൂടുതൽ ഖൈർ ചെയ്യാനുള്ള അവസരത്തെ അള്ളാഹു തആല തുറന്നു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വഹിർസും മിന ശൈത്വാൻ, പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ദിക്ർ ഫലിച്ചാൽ, ദിക്ർ ചെല്ലിയാലല്ല, ദിക്ർ ഫലിച്ചാൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഗീബത്ത് പറയില്ല. പിശാചിൽ നിന്ന് സംരക്ഷണമുള്ളവൻ എന്ത് പറയില്ല? ഗീബത്ത് പറയില്ല.
എന്നോടൊരു പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞിട്ട് വയസ്സായ മനുഷ്യന്മാർ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എണീറ്റ് പോയി പള്ളിൻ്റെ പുറത്തുള്ള കൊലായ്മയിൽ ഇരുന്ന് ഗീബത്ത് തുടങ്ങും. എന്നാൽ പുരേ പോയിട്ടാണെങ്കിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണാനല്ല, ആ പള്ളീനെ അവിടുന്ന് എണീറ്റാൽ പുറത്ത് ആ തിണ്ടുമ്പോൾ ഇരുന്നാൽ പിന്നെ ഗീബത്ത് തുടങ്ങും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴത്തേന് എണീറ്റ് പോവും. എന്നിട്ട് എന്തായാലും ചെയ്യാം, പള്ളിയിലെ പുറത്ത് ഇന്ന് അങ്ങനെ ഗീബത്ത്. പിന്നെ എല്ലാവരും പോയാലും ഇവര് പോവില്ല, ഇവരെ ഗീബത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി, ഏത് ചീത്തയെയും തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിന് കഴിയും. ഇവിടെ തടഞ്ഞില്ല. എന്താ കാരണം? നിസ്കാരം ഉയർത്തപ്പെട്ടിട്ടില്ല, നിസ്കാരമായിട്ടില്ല. മനസ്സിലാവുണ്ട്? വളരെ ചിന്തിക്കണം. നമ്മൾ എന്താ നമ്മൾ പരിശോധിച്ചാൽ കേറിയിരിക്കി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലൂ. നമ്മൾ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്നായ തന്നെ പഠിക്കുന്നത്. അത് നമ്മൾ പുതിയ ആഴങ്ങൾ തേടി പോവുകയാണ്. എന്തുകൊണ്ടാണ് റബ്ബിൻ്റെ മുന്നിലാണ് ഞാനെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? എവിടെയോ ചില റോങ്ങുകളുണ്ട്, അത് കണ്ടെത്തണം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരാളെ ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്തൊക്കെയാണ് അയാൾക്ക് നേട്ടം ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, അതോടെ കിടക്കട്ടെ. 2, അയാളുടെ ഹൃദയം നിർമ്മലമായിരിക്കും, ക്രൂരമായ മനസ്സ് അയാൾക്ക് ഉണ്ടാവില്ല, ആരോടും വിട്ടുവീഴ്ച ചെയ്യും. 3, അയാൾക്ക് എന്തുണ്ടാവും? ഖൈറിന് കൂടുതൽ അവസരങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. 4, അയാൾക്ക് പിശാചിൽ നിന്ന് രക്ഷയുണ്ടാവും. ഒരിക്കലും പിശാചിനെ അയാളെ തൊടാൻ കഴിയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഇന്ന ഇബാദി ഏതാ സൂറത്ത്? എവിടെ? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഇസ്രാ ആയിരിക്കും അത് ഇസ്രാ. ഇവിടെ എത്ര നമ്പറാന്ന് നോക്കാം. ഇസ്രാ ആണ് ആയത്ത്. ഇത്രയും മോനെ. അല്ലാഹ് നമ്മളെ കുട്ടികളൊക്കെ നല്ലവരാക്കി ഷാറാക്കി കൊടുക്കട്ടെ. നല്ല മക്കളാക്കി അള്ളാഹിൻ്റെ കലാമുമായി വലിയ ഹൃദയബന്ധമുള്ള നല്ല കുട്ടികളാക്കി കൊടുക്കട്ടെ. സമുദായത്തിന് ഉപകരിക്കുന്ന, ദീന് കൊണ്ടുപോയി നോട്ടിന് വിൽക്കാത്ത നല്ല സ്വാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ. ഇസ്രാ 65. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. മാഷാ അല്ലാഹ്. സൂറത്തുൽ ഇസ്രാ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. പിശാചിനോട് തന്നെ അല്ലാഹു പറഞ്ഞ വാക്കാം. ഇന്ന ഇബാദി, എൻ്റെ ഉത്തമദാസന്മാർ, ലൈസ ലക അലൈഹിം പഠനം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാർ, ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്കോ നിന്റെ വർഗത്തിൽ ആർക്കെങ്കിലും അവരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. തൊടാൻ കഴിയും. ഗീബത്തോ നമീമത്തോ പറയാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പക്ഷേ നമ്മളെ തൊടാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഗീബത്ത് പറയുന്നുണ്ട്, നമ്മൾ നമീമത്ത് പറയുന്നുണ്ട്, നമ്മൾ പലതിനും പെടുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ദിക്ർ ഫലിക്കുന്നില്ല. പിന്നെന്താ 5ാമത്തെ കാര്യം? വമൻഉം മിൻ റുകൂബിൽ മആസി. തെറ്റുകളുടെ വാഹനപ്പുറത്ത് കയറുന്നതിൻ്റെ തടസ്സം. തെറ്റ് ചെയ്യാൻ കഴിയില്ല.
ഒരാൾക്ക് എന്തുണ്ടെങ്കിൽ ദിക്ർ ഫലിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയാൻ കഴിയില്ല. ദിക്ർ ഫലിക്കുന്നുണ്ടെങ്കിൽ തെറ്റിയാൻ കഴിയില്ല. അപ്പം എന്താ പ്രശ്നം നമ്മൾ നിസ്കരിക്കുമ്പോഴും നമ്മൾ ദാക്കിറാകുമ്പോഴും എല്ലാം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മനസ്സിൽ ദുനിയാവാണ് എന്നതാണ്. അത് തടയണം. അത് തടയന്നെ വേണം. ദുനിയാവ് നമ്മുടെ മനസ്സിൽ കയറിയതിനെ തടയണം. ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം ദിക്ർ ആ സമയത്തെങ്കിലും ദുന്യവിയായ ചിന്ത ഒഴിവാക്കണം. അതൊരു വലിയ ബാബാണ്. അതിലേക്ക് ഞാനൊരു ചെറിയ വഴി തുറന്നുതരാം. ഒരാൾ വന്ന് അബൂദാവൂദ് ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൻ്റെ ലഫ്ള് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. അബൂദാവൂദിലുണ്ട് ആ ഹദീസ്. പിന്നെ കുട്ടികൾ എന്നോട് ചോദിക്കണം. ഹദീസിൻ്റെ ലഫ്ള് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരാൾ സ്വഹാബി വന്നിട്ട് ഹബീബ റസൂലുള്ളാഹിനോട് പറയാൻ, എനിക്ക് നിസ്കാരത്തിൽ അങ്ങോട്ട് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറയാണ്, മൻ ഗല്ല ബസറഹു, മൻ ഗല്ല ബസറഹു, തൻ്റെ കണ്ണ് പൂട്ടാൻ, തൻ്റെ കണ്ണ് താഴ്ത്താൻ. ഗല്ല പൂട്ടല്ല, താഴ്ത്താൻ ഒരാൾ തയ്യാറായാൽ യജിദ് ഹലാവത്തഹു ഫി ഇബാദത്തിഹി, ആരാധനയിൽ മധുരം ആസ്വദിക്കാൻ കഴിയും. അപ്പം കൽബിൽ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. എഴുതിച്ചോളി. ഹദീസിൻ്റെ ലാസ്റ്റ് എഴുതിച്ചാളി. പിന്നെ റൂമിൽ വന്ന് ചോദിക്കണം എന്നോട്, എന്താ ഹദീസിൻ്റെ ഫസ്റ്റ് ഭാഗം. നബി പറഞ്ഞ വാക്കിതാ. ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്ന വാക്കുണ്ട്. അത് അബൂദാവൂദിലുണ്ട് ഹദീസ്. എനിക്ക് നിസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നബിയെ. എന്താണ് നിസ്കാരത്തിൽ എൻ്റെ മനസ്സ് പലതോട്ട് പതറാണ്. ആ പതറിപ്പോകുന്ന മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ എന്താ ചെയ്യുക നബിയെ? അപ്പോൾ ഹബീബായ നബി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് മൻ ഗല്ല ബസറഹു, കണ്ണ് താഴ്ത്താൻ തയ്യാറാകണം. അപ്പോൾ അപ്പോൾ അവൻ ആരാധനയിൽ മധുരം അനുഭവിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ കണ്ണിപ്പോൾ നിസ്കാരത്തിൽ താഴ്ത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മളീ പറഞ്ഞ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത നമ്മളൊക്കെ തന്നെയും സുജൂദിൻ്റെ സ്ഥലത്ത് തന്നെയാണ് നോക്കുക. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം ഞാൻ ആ ഹദീസ് ഒരു 10 കൊല്ലം മുമ്പ് പഠിച്ചതാണ്. ആ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, നിസ്കാരപ്പുറത്ത് ഒരാൾ ഹറാമിൽ നിന്ന് കണ്ണ് താഴ്ത്താൻ തയ്യാറായാൽ അതിൻ്റെ ഫലം നിസ്കാരത്തിൽ അനുഭവിക്കണം. അതാണ് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. എവിടെയായത്? മാരിജ് എടുത്തു. അവർ നിസ്കാരത്തിൽ നിലനിൽക്കും. അലാ സ്വലാത്തിഹിം ദായിമൂന ഫീ സ്വലാത്തിഹിം ദായിമൂന. അലാ സ്വലാത്തിഹിം തന്നെ, അലാ സ്വലാത്തിഹിം ദായിമൂൻ. മാരിജ് എടുക്കുമോനെ. എല്ലാവരും നമ്പറൊക്കെ എഴുതി നോക്കണം. മാരിജ് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അവർ അല്ലദീന ഹും الذين هم إلا المصلين الذين هم على صلاتهم دائمون حسبي ربي جل الله. ഈ ആയത്തൂടെ കൊടുക്കുന്നത് നല്ല രസകരമായ സ്ഥലത്താണ്. നോട്ട് ചെയ്യണേ എല്ലാവരും. ആ ഏരിയ നോട്ട് ചെയ്യണേ. മാരിജിൻ്റെ 19 മുതൽ നോക്കുക. ഇത് 23. 19 മുതൽ നോക്കുക. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ الذين هم على صلاتهم دائمون. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ
ഖുലിഖ ഹലുഅ, ഒരു വെപ്രാളിയായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഒരു വെപ്രാളാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത വാക്ക്. എന്താണ് ഈ വെപ്രാളം? ഇതാ മസ്സഹു ശർറു ജസുഅ, അവന് ഷെറ് വന്നാൽ അക്ഷമ കാണിക്കും. ഭയങ്കരം, അത്ര ശ്രദ്ധിച്ചില്ല. ഒരുത്തൻ പീടിയിൽ വന്നിട്ട് 430 റുപ്യക്ക് സാധനം വാങ്ങി. അങ്ങനെ 430 റുപ്യക്ക് സാധനം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ 370 റുപ്യ മടക്കി കൊടുത്തു. നോക്കുക, അവന് 500 റുപ്യ തന്നു. എന്നിട്ട് അവൻ 500 റുപ്യ തന്നപ്പോൾ അവന് മടക്കി കൊടുക്കേണ്ടത് 70 റുപ്യ. പക്ഷേ നമ്മൾ 370 റുപ്യ മടക്കി കൊടുത്തു. കാരണം 130 വാങ്ങിയ ധാരണ അവൻ പോയി. പിന്നെ അന്ന് വൈകുന്നേരം വരെ അതിനിടയ്ക്ക് ആ പെണ്ണുങ്ങൾ കഞ്ഞിയും കൊണ്ടുവന്ന്, നിങ്ങൾക്ക് കഞ്ഞി പാത്രം എടുക്കല്ലേ, കഞ്ഞി എന്താണ് മനുഷ്യന് പറ സുഖമല്ല, എന്തിപ്പോ പറ്റിയേ മനസ്സിലായില്ല. അന്നും വൈകുന്നേരം വരെ പറയും. അന്നും മരുവൻ്റെ വീട്ടിൽ, മരുവളെ വീട്ടിൽ സൽക്കാരുണ്ട്. ആ സൽക്കാരത്തിനടിയിൽ അവൻ പറയും ഓർക്കാൻ വയ്യ. എന്തേ ചെറിയ ഒരു നഷ്ടം പോലും അവന് സഹിക്കാൻ കഴിയില്ല. ഇതാ മസ്സഉൽ ഖൈറു, നേട്ടം കിട്ടിയാലും മനുഅ, അവൻ നിഷേധിയാവും. നേട്ടം കിട്ടിയാൽ നിഷേധിയാവും. നേട്ടം കിട്ടിയാൽ ആർക്കോട്ട് കൊടുക്കില്ല. മനസ്സിലായില്ല? ഓരോരുത്തർ 100 റുപ്യക്ക് സാധനം വാങ്ങിയിട്ട് പൈസ ബാക്കി വാങ്ങാതെ പോയാൽ, ഏതൊരു യാത്രക്കാരൻ പോയാൽ കണ്ടുക്കണം, ഭാര്യ പറയും, ആ പൈസ ബാക്കി കൊടുത്തില്ലല്ലോ. ആദ്യം ഒരു വട്ടമൊക്കെ ഓനും അങ്ങനെ പറയും, പിന്നോ എന്ത് പറയും? അങ്ങനെ നമ്മളെത്ര പൈസ വയ്ക്കും? മനസ്സിലായോ പറഞ്ഞേ? എന്നാൽ അപ്പോൾ മനുഷ്യൻ പൊതുവെ ഒരു വെപ്രാളിയാണ്. നേട്ടം കിട്ടിയാൽ കൊടുക്കൂല. നല്ലൊരു കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ അതിൽ അനുജനെ കൊണ്ടുപോയാൽ മതി. ഓന് അവിടെ പുതിയ വേക്കൻസി വന്നാലും കൊണ്ടുപോകില്ല. കാരണം ഒന്നെപ്പോലെ ആയാലോ. ഏറ്റവും ചുരുങ്ങി അവൻ്റെ പെണ്ണുങ്ങളെ അമ്മയ്ക്കൂല. നിങ്ങളെ ഓളിങ്ങളെ വലിയ ആളാ ഇതിനെ നടക്കും, എനിക്കത് കാണാനാവില്ല. ഞാൻ അപ്പുറത്തെ നിങ്ങൾ കുഞ്ഞിരാമനെ കൊണ്ടായാലും ഓനെ കൊണ്ടുപോകും. മനസ്സിലായ പറയും. എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ ഷെയർ ചെയ്യൂല. നഷ്ടം വന്നാൽ ഒരു ചെറിയ നഷ്ടമാണെങ്കിലും അവന് സഹിക്കാനോട്ട് കഴിയൂല. ഇല്ലൽ മുസല്ലീൻ, എന്നാൽ നിസ്കാരക്കാർ ഇതിൽ പെടൂല. ഇല്ലൽ മുസല്ലീൻ ഖുർആന്റെ ആയത്ത. ഇല്ലൽ മുസല്ലീൻ എത്രാമത്തെ? മആരിജ് സൂറത്തിന്റെ 22-ാമത്തെ ആയത്ത. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിസ്കാരക്കാർക്ക് നഷ്ടം വന്നാൽ സഹിക്കാൻ കഴിയും. കപ്പൽ മുങ്ങിപ്പോയി, ചിരിച്ചു, വണ്ടി കുത്തി, മനുഷ്യനൊന്നും പറ്റിയില്ലല്ലോ, പറ്റി, ബാക്കി സാരല്ല, ബാക്കിയൊക്കെ പിന്നെ ഉണ്ടായതല്ലേ. ആൾക്ക് എന്തെങ്കിലും പറ്റും? ഇല്ല. മനുഷ്യന്മാർക്ക് വല്ലതും പറ്റും? ഇല്ല ഇല്ല ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ഇതേ ആര് പറയൂ? നിസ്കരിക്കണോര് പറയും. അവർക്ക് ഏത് നഷ്ടവും സഹിക്കാൻ കഴിയും. ഏത് ഖൈറും ഷെയർ ചെയ്യും. ആര്? നിസ്കാരക്കാർ. പക്ഷെ നിസ്കാരക്കാർക്ക് അവിടെ വേറൊരു സിഫത്തും കൂടി കൊടുത്തു. അല്ലദീന, വല്ലദീന അല്ല, അല്ലദീന. ഒന്നുകൂടി മുന്നോട്ട് കയറിയിരിക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ ഇദാ മസ്സഹു ശർറു ജസൂഅ وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون.
മനുഷ്യൻ പൊതുവേ ഒരു വെപ്രാളിയാണ്. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇതിനൊക്കെ ക്ലിയർ അർത്ഥം എഴുതി വെക്കണം, ശ്രദ്ധിക്കണം, ഏരിയ മനസ്സിലാക്കണം, എല്ലാത്തിനും എഴുതി വെക്കണം. നിത്യജീവിതത്തിൽ നമ്മുടെ നിസ്കാരം റോങ്ങാണ്. കാരണം നമുക്ക് ഈ ദുർഗുണങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായില്ല? നമ്മളിപ്പോഴും ഹലൂവ തന്നെയാണ്. നമ്മൾക്ക് നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ലാഭം ഷെയർ ചെയ്യാൻ തയ്യാറുമല്ല. എന്നാൽ ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർ അതിൽ പെടൂല. അവർക്ക് നഷ്ടം പ്രയാസമേ അല്ല. കച്ചവടം തന്നെ പൊളിഞ്ഞു, പീടിയ പൂട്ടി, ഗൾഫിൽ നിന്ന് 2 ലക്ഷം 3 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒന്നുമില്ലാതെ അറബിയോ കമ്പനിയോ പിരിച്ചെടു വിട്ടു. അവനൊരു വിഷമമല്ല, ചിരിച്ചുകൊണ്ട് വന്നു. ഒരു പെണ്ണുമോ വിഷമല്ല, ആയിക്കോട്ടെ. അപ്പം അത് കിട്ടിയിട്ട് വരുമ്പോൾ നമ്മളെ കാക്കയൊക്കെ ഇവിടെ ജീവിച്ച് നിങ്ങൾ ഉണ്ടണ്ട, നമുക്ക് ഉള്ളതുപോലെ റാഹത്തായി കഴിഞ്ഞു, ബേജാറാണ്ട. എന്നാലും അൽഹംദുലില്ലാ നിങ്ങൾ വന്നല്ലോ, നിങ്ങളെ കാണാനോ. എന്തേ അങ്ങനെ പറഞ്ഞവരില്ലേ? പറയാം, അങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. ആണുങ്ങളില്ലേ? ഉണ്ട്. അവർക്കറിയാം റസാഖ് ആരാണ്, അല്ലാഹു ആണ്. പേടിക്കൊന്നും വേണ്ട. ആധുനികന്മാരായ നമുക്ക് റസാഖ് യാ റസാഖ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി മുണുങ്ങി പിരിയലേ അറിയുണ്ടാകുള്ളൂ. റസാഖ് റബ്ബ എന്നുള്ളത് ഈ ദിക്രന്മാരായ ഈ മുട്ടാളന്മാർക്ക് അറിയില്ലായിരുന്നു. അപ്പം പടച്ചമ്പുരാൻ മക്കളെ നിങ്ങൾ ഇനിയൊന്ന് മനസ്സിലാക്കിക്കോളി എന്ന് പറയാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടാണടാ കൊറോണ തന്ന്. എന്നിട്ടും പഠിച്ചില്ല, തിരിഞ്ഞില്ല. പടച്ചോ നമുക്ക് തന്നു എന്ത്? കൊറോണ. അതുവരെ നമ്മൾ യാ റസാഖ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞിട്ട് ബിരിയാണി തിന്ന് പോരുന്നു. റസാഖ് അല്ലാഹ് തന്നെയാണ്, പണിക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് തിന്നാൻ കഴിയും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ രോഗമാണ് എന്ത്? കൊറോണ. അതിലങ്ങനെ ആർക്കും ഒന്നും പറ്റിയില്ല. പറ്റിയത് ടെൻഷൻ പിടിച്ചിട്ടാണ്. പിന്നെ പറ്റിക്കണമെങ്കിൽ അതിന് വേറെ കാരണം ഉണ്ടാവും. എല്ലാം കൂടി പറയാൻ പറ്റൂല. ഒന്നും പറ്റില്ല. പക്ഷെ മനുഷ്യന് അല്ലാഹു തആല ബോധം കൊടുത്തു, ഒന്നും വേണ്ട, നിനക്ക് ഭംഗിയായി ജീവിക്കാൻ റസാഖ് ഞാനാണ് എന്ന്. ആ ബോധം ഉണ്ടാവും. ഒരു നഷ്ടം അവനെ ബാധിക്കൂല. ആരെ? നിസ്കാരക്കാരനെ ബാധിക്കൂല. പക്ഷേ അല്ലദീന, ഏതു തരം വല്ലദീന വാവില്ല, ഇവിടെ വാവില്ലാതെ. അപ്പൊ അൽ മുസല്ലീന്റെ സിഫത്ത അൽ മുസല്ലീൻ. ഏത് തരം മുസല്ലീൻ? അല്ലദീന, ഏത് തരം മുസല്ലീൻ? ഹും, ആ നിസ്കാരക്കാർ, അലാ സ്വലാത്തിയും, അവരുടെ നിസ്കാരത്തിന്റെ മേൽ ദായിമൂന, നിലനിൽക്കുന്നവരാണ്. അതായത് അവർ സദാസമയം എന്തിലാണ്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നമ്മൾ ആരുടെ മുന്നിലാണ്? അള്ളാഹിന്റെ മുന്നിലാണ്. അപ്പോൾ സദാസമയം അവർ റബ്ബിന്റെ മുന്നിലാണ്. അവർക്ക് ഒന്നും ബാധിക്കൂല. മനസ്സിലായോ? നിസ്കാരത്തോട് നീതി പുലർത്തുന്ന നിസ്കാരക്കാരൻ, ആ നീതി പുലർത്തുന്ന നിസ്കാരക്കാരൻ നിസ്കാരം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അല്ലദീന, അവർ ഏത് നിസ്കാരക്കാരാണ്? ഹും, അല്ലദീന പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഹും, അവരാണ്. അല്ലദീന, അവർ, ഹും, അവർ തന്നെയാണ്, അലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിന്റെ മേൽ ദായിമൂന, നിലനിൽക്കുന്നവർ. അപ്പോൾ അവർ സലാം വിട്ടൂല. അതായത് സലാം വിട്ടിയാലും സലാം വിട്ടൂല. പരിസരത്തുള്ളവർക്ക് നമ്മളോട് മിണ്ടാനൊരു അവസരത്തിന് വേണ്ടിയാണ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ല. അവര് അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയേ ഇല്ല. അവർ വെപ്രാളിയുമല്ല. അവർ ഖൈർ ഷെയർ ചെയ്യാൻ തയ്യാറ് ആണ്, പ്രശ്നമില്ല. അവർ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്. എന്തു വന്നാൽ എന്തു വന്നാലും. മനസ്സിലായില്ലേ? ചിന്തിക്കണം.